നെയ്മർ ഇല്ലാത്തതാണോ ഇവിടുത്തെ പ്രശ്നം? അപ്പോൾ നെയ്മർ ഇല്ലാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബ്രസീലിന്റെ ആ ജേഴ്സിയുടെ വെയിറ്റ് അതൊരു പ്രശ്നമാണ്, ആതിഥേയത്വം അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ബ്രസീലിന്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടോ, അതാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാസിമിറോ ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും അല്ല കാണുന്നത്. നെയ്മറിന്റെ വിടവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെയ്മറിന്റെ വിടവ് എന്ന് പറയുന്നത് അത് നികത്താൻ പാകത്തിന് ഒരാള് ഇന്ന് ബ്രസീലിന്റെ നാഷണൽ സ്ക്വാഡിൽ ഇല്ല എന്നുള്ളത് വളരെ വളരെ വലിയൊരു സത്യം തന്നെയാണ്. നമ്മൾ ഇനി എത്ര ആൾക്ക് റോളില്ല എന്നൊക്കെ പറഞ്ഞാലും ആളുടെ റോള് ചെയ്യാൻ അവിടെ വേറൊരാളായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രസീലിന്റെ ഡിഫൻസ് ആണ്. ബ്രസീലിന്റെ ഡിഫൻസ് ഭയങ്കര പരാജയമാണ്. അത് എന്താണ് അങ്ങനെ? ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഡാനി ആൽവസ്, തിയാഗോ സിൽവ, അല്ലെങ്കിൽ നമ്മുടെ മാർസലോ, ആ ഒരു ഡിഫൻസീവ് ലൈൻ, അതിന് അതേപോലെ ഒരു ഡിഫൻസീവ് ലൈൻ ഇപ്പോ ബ്രസീലിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്താണ് ബ്രസീലിന്റെ ഡിഫൻസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്രസീലിന്റെ ഡിഫൻസിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നികത്താതെ ഇനിയിപ്പോ നെയ്മർ വന്നാലോ ആര് വന്നാലും കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ബ്രസീലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഡിഫൻസിലാണ്. നമ്മൾ കഴിഞ്ഞ കുറെ മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഡിഫൻസ് ലൈൻ ബ്രസീലിനില്ല. അപ്പൊ നമുക്ക് മിഡ്ഫീൽഡിലൊക്കെ പ്ലേയേഴ്സ് ഇഷ്ടമല്ല. ഇപ്പൊ പക്കറ്റോ ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബ്രസീലിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പിന്നെ നെയ്മർ കൂടി ടീമിലേക്ക് വരുമ്പോഴത്തേക്ക് ടീം ഭയങ്കര ശക്തമാകും. ഇപ്പൊ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ മുന്നിൽ ഇപ്പൊ എസ്റ്റാവോ വില്ലിയനൊക്കെ അതിഭീകരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ എസ്റ്റാവോ ഒക്കെ ഒരു നെക്സ്റ്റ് ലെവൽ സാധനമാണ് അതൊക്കെ. അപ്പോൾ ആ പയ്യനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു അറ്റാക്കിംഗ് ടീം ബ്രസീലിനുണ്ടെങ്കിലും ഡിഫൻസിലേക്ക് വരുമ്പോൾ അതൊക്കെ പോവുകയാണ്. ഡിഫൻസിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ബ്രസീലിന്. വെറുതെ ഇങ്ങനെ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു, വാരി വലിച്ച് കണ്ടു. ഇപ്പൊ നമ്മൾ ജപ്പാനായിട്ട് മത്സരം തന്നെ നോക്കിയത് 2-0 ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിട്ട് 3 ഗോളാണ് തിരിച്ചു വാങ്ങിയത് എന്നുള്ളതാണ്. അതും ബ്രസീൽ. വേറെ ഏത് ടീമാണെങ്കിലും നമുക്ക് പോട്ടെന്ന് നോക്കാം. ബ്രസീൽ 3 ഗോള് വാങ്ങി തോൽക്കുക, അത് സെക്കൻഡ് ഹാഫിൽ തോക്കുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. അത് ഭയങ്കര ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്.